ഉമ്മമാരുടെ ജോലി എന്താ? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ഉമ്മയുടെ ജോലി എന്താ? ഗൾഫിൽ പോയ മകനോട് ഉമ്മ പറഞ്ഞു, മോനെ എനിക്കും ഗൾഫ് നാടൊന്ന് കാണണം, എന്നെ കൊണ്ടുപോയില്ല ഉമ്മ, വിസ ഒന്നും കിട്ടത്തില്ല, ഇവിടെ റൂമൊന്നും ഇല്ല. എന്നാൽ പെണ്ണ് കെട്ടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ടുപോയി. വിവാഹം കഴിഞ്ഞ് പെറ്റതള്ളയെ കൊണ്ടുപോയില്ല, ഭാര്യയെ കൊണ്ടുപോയി. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉമ്മാനെ വിളിച്ചിട്ട് പറയാ, ഉമ്മ വിസയൊക്കെ റെഡിയായി കേട്ടോ, ഉമ്മ വരണം ഗൾഫിലേക്ക്. ഉമ്മ വിചാരിച്ചു മോൻ എന്നെ വലിയ സ്നേഹം, അല്ലാ നാട്ടുകാരോടും അയൽവാസികളോടൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ മോൻ്റെ അടുക്ക പോവാ, വിസ കിട്ടിയിട്ടുണ്ട്. ഉമ്മ നിസ്കരിച്ചു ദുആയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക, ഫ്ലൈറ്റിലൊക്കെ കയറി എയർപോർട്ടിൽ പോയി ഇറങ്ങി. മോൻ വന്ന് വണ്ടി വന്ന് ഉമ്മാനെ വിളിച്ചു ഫ്ലാറ്റിൽ കൊണ്ടുപോയി. ഫ്ലാറ്റിൽ കൊണ്ടുപോയപ്പോഴാണ് ഉമ്മായിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഉമ്മാനെ ഗൾഫിൽ കൊണ്ടുപോയത് സ്നേഹം കൊണ്ടൊന്നുമല്ല, പെണ്ണുമ്പിള്ള പ്രസവിക്കാറായി പ്രസവം എടുക്കാൻ കൊണ്ടുപോയതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മാനെ എന്തിനാ കൊണ്ടുപോയ? ഇവന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ കിടക്ക, വേറെ ഒരുത്തിയെ വിളിച്ച് 50,000 രൂപ കൊടുക്കണം, ഇവർക്കാകുമ്പോൾ തിന്നാൻ മാത്രം ഭക്ഷണം കൊടുത്താൽ മതി. ഇന്ന് അധിക ഉമ്മമാരുടെയും ജോലി പേരെടുക്കല. അള്ളാഹു കാക്കുമാറാകട്ടെ. പാപ്പായ്ക്ക് പിന്നെ നല്ല ജോലിയാ, പാപ്പായ്ക്ക് നല്ല ജോലിയാ. ഇവൻ ഗൾഫിലാ, ഇവന്റെ ഭാര്യയും മക്കളും ഇവിടെ ഒരു വലിയ വീടും കെട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. പാപ്പാനെ വിളിച്ചിട്ട് പറയും, പാപ്പാ വൈകിട്ടൊന്ന് പോയി കാവല് കിടക്കണേ. പാപ്പാടെ ജോലി എന്താ? വൈകിട്ട് മക്കളുടെ വീടിന് പോയി കാവല് കിടക്കൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഉമ്മാടെയും ബാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. നിനക്ക് ആരെയെങ്കിലും നന്നാക്കണമെന്ന് തോന്നിയാ ആദ്യം നിന്റെ മക്കളെ നന്നാക്ക്, കൂടെ കിടക്കുന്നവളെ നന്നാക്ക്. വഴുത് അവിടെ പറയണം. നിനക്ക് ശബ്ദമുയർത്തിയിട്ട് വഴുത് പറയാൻ തോന്നിയ ഭാര്യയോടും മക്കളോടും പറ. നിന്റെ ഉമ്മാടെയും ബാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയർത്തരുത്. നിനക്ക് അള്ളാഹു നരകം തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന 3ാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോ കൂടെ പോകും. ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ഇറങ്ങി പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ കൂടെ പോയിട്ട് ചോദിക്കും, എൻ്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു? എൻ്റെ ഉമ്മ എന്നോടൊന്നും പറയാറില്ല. എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറ, ചെയ്തു കൊടുക്കാനാ, എൻ്റെ ഉമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാ എന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പോകുന്നവരോട് ചോദിക്കാനൊന്നും പോണ്ട, ഉമ്മായും വാപ്പായും പറയുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പായും ഉമ്മായും പറയുന്നതെങ്കിലും, മോനെ ഒന്ന് പ്രഷറിന്റെ ഗുളിക തീർന്നു പോയി വാങ്ങിത്താടാ. എന്തുവാ നിങ്ങളിപ്പോ ചോറല്ലേ തിന്നുന്നേ, പ്രഷറിന്റെ ഗുളികയാണോ തിന്നുന്നത്? അതാ ചോദിക്കാൻ. വാപ്പായും ഉമ്മായി 135 രൂപ അല്ലെങ്കിൽ 150 രൂപയുടെ ഒരു ഗുളിക വാങ്ങിത്തരാൻ ചോദിച്ചാൽ അപ്പോഴും കണക്ക് പറയും. അള്ളാഹുവേ പടച്ചവനെ, മാതാവും പിതാവും ചോദിക്കുന്ന കാര്യം പോലും നമ്മളിൽ അധികം പേരും വാങ്ങിക്കൊടുക്കാറില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ 3 കാര്യം ആ ചെറുപ്പക്കാരനുള്ളത് കൊണ്ടാണ് അള്ളാഹു ഈ പ്രതിഫലം കൊടുത്തത്. ഈ കൈപൊക്കിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ 3 ഗുണം നിങ്ങളും ജീവിതത്തിൽ സൂക്ഷിക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കും. ആ മലക്കിന്റെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം എന്താണ്? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മുഅ്തദ് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. ആ സമയത്ത് സ്വഹാബികളെ മുഴുവനും പ്രവാചകനെ തിരഞ്ഞെടുത്തു. 3 ചെറുപ്പക്കാരെ മുന്നിലേക്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 1ാമത് യുദ്ധം നയിക്കേണ്ടത് നീയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 2ാമത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ നയിക്കണം. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 3ാമത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സഹാബ, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ സഹാബ. ഈ പറഞ്ഞതിന്റെ അർത്ഥം 1ാമത് നീ മരിക്കും, 2ാമത് നീ മരിക്കും, 3ാമത് നീ മരിക്കും. 3 പേരും മരിക്കുമെന്ന് യുദ്ധത്തിന് മുമ്പേ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വഹാബികൾ മുഴുവനും വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ തുള്ളിച്ചാടിയിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരൻ